നമസ്കാരം. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും തങ്ങളുടെ ഭരണ കാലയളവിൽ കൈവരിച്ച നേട്ടങ്ങളും ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളും കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായി എത്തുന്നത് എറണാകുളം ജില്ലയിലെ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ, വയനാട് ജില്ലയിലെ കോട്ടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രനീഷ് എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ പഞ്ചായത്ത് ആദ്യം പോകുന്നത് എറണാകുളം ജില്ലയിലെ വടക്കേക്കര പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉണ്ട്. നമസ്കാരം ശ്രീമതി രശ്മി. നമസ്കാരം. വടക്കേക്കര പഞ്ചായത്ത് തീരദേശ മേഖലയാണ്. പെരിയാറിന്റെ കൈവരി പൂർണ്ണമായും ഒരു കായൽ പ്രദേശമാണ് ഭൂപ്രകൃതി. നിരവധി മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിവരുന്നത്. തൊഴിലുറപ്പ് രംഗത്ത് മഹാത്മാ പുരസ്കാരം അടക്കം ലഭിച്ച അഭിമാന നിമിഷത്തിലാണ് ഇപ്പോൾ പഞ്ചായത്തുള്ളത്. എങ്ങനെയാണ് ഇങ്ങനെയൊരു നേട്ടം പഞ്ചായത്തിന് കൈവരിക്കാൻ സാധിച്ചത്? ഏറെ സന്തോഷത്തോടെയാണ് ഇപ്പൊ ഈ നിമിഷത്തിൽ നിങ്ങളായിട്ട് ഈ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ തൊഴിലുറപ്പ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് മഹാത്മാ പുരസ്കാരത്തിന് അർഹയായത്. തീർച്ചയായും കെയർ പോസ്റ്റ് വിധാനം, ഇപ്പോൾ നമ്മള് കായലുകളും തോടുകളും അതിരിടുന്ന പ്രദേശങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. അപ്പോൾ കെയർ പോസ്റ്റ് വിധാനത്തിലൂടെ നമ്മുടെ തോടുകൾ വൃത്തിയാക്കി തിണ്ടുകൾ പിടിപ്പിച്ച് അതിൽ കെയർ പോസ്റ്റ് വിധാനം വിരിച്ചുകൊണ്ട് മണ്ണൊലിപ്പ് തടയുക എന്നുള്ള ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തു. ഏകദേശം 50,000-ഓളം അടുത്ത് സ്ക്വയർ മീറ്റർ കെയറാണ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിച്ചത്. അതുപോലെ തന്നെ 700-ഓളം തൊഴിലാളികൾ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ 100 ദിന തൊഴിലുകൾ കൊടുക്കുന്നതിനായിട്ട് നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ സോക്ക് പിറ്റുകൾ 500-നടുത്ത് സോക്ക് പിറ്റുകൾ നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തു. അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളും കോഴിക്കൂടുകള്, അതുപോലെ തന്നെ പശുത്തൊഴുത്തുകള്, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പുരസ്കാരത്തിന് അർഹമായി തീർന്നത്. അതുപോലെ തന്നെ മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഒരു തീരദേശ മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വേലിയേറ്റം, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രതിഭാസങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അതെ, തീർച്ചയായും വേലിയേറ്റ വെള്ളപ്പൊക്കം ഏറ്റവും രൂക്ഷമായിട്ടുള്ള പഞ്ചായത്തുകളിൽ ഒന്നാണ് നമ്മുടെ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ വെള്ളം കയറി നമ്മുടെ കൃഷിയെല്ലാം നശിച്ചു പോകുന്ന, അതുപോലെ തന്നെ വീടുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ റോഡുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾക്കുണ്ട്. എന്നാലും ഇതിനെല്ലാം അതിജീവിക്കുന്നതിനായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ തോടുകളിലേക്ക് കടൽ വെള്ളം നേരിട്ട് കയറുന്നതുമായി ചീപ്പുകൾ നിർമ്മിക്കുന്നതിനായിട്ട് ഇപ്പോൾ ത്രിതല പഞ്ചായത്തുകളുമായി ചേർന്ന് ഈ വർഷം നമ്മൾ പദ്ധതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2018 പ്രളയം ഏറെ ബാധിച്ച ഒരു പ്രദേശമാണ്, ഏറെക്കുറെ പൂർണ്ണമായി തന്നെ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കായലുകളെല്ലാം തന്നെ എക്കൽ വന്നടിഞ്ഞു കിടക്കുന്ന ഒരു ഇതാണ്. മൈനർ ഇറിഗേഷനുമായി നമ്മൾ അതിൻ്റെതായിട്ടുള്ള പ്രൊപ്പോസലുകൾ നീക്കിയിട്ടുണ്ട്. അവിടുത്തെ മണ്ണ് മാറ്റി നീരൊഴുക്ക് സുഗമമാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളത്തെ നമ്മുടെ കായലിലും നമ്മുടെ തോടുകൾക്കും ഉൾക്കൊള്ളാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ചീപ്പുകൾ വെക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ നേരിടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷി തരിശുരഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചൊരു പഞ്ചായത്താണ്. പക്ഷെ കൃഷി ഈ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യുന്നതിനായിട്ടുള്ള ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മട്ടുപ്പാവ് പച്ചക്കറി കൃഷിയിലേക്കും ഡ്രമ്മുകളിലുള്ള മറ്റ് പ്ലാവ്, മാവ് അതുപോലെയുള്ള അതെല്ലാം അങ്ങനെയുള്ള രീതിയിലേക്ക് മാറുന്നതിനുള്ള ശ്രമം നമ്മൾ നടത്തുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇപ്പോ നഴ്സറി തൊഴിലുറപ്പ് വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൃഷി മേഖലയിൽ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഓണക്കാലത്ത് ചെണ്ടുമല്ലിപ്പൂ കൃഷി, അതുപോലെ തന്നെ ഇടവിള കൃഷി, അങ്ങനെ ചില വാർഡുകളിൽ മാത്രം വേലിയേറ്റ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നമില്ല. ആ വാർഡുകളിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ശീതകാല പച്ചക്കറികൾ അടക്കം നമ്മൾ ചെയ്തു പോരുന്നുണ്ട്. തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ് ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായും 33 അംഗൻവാടികളും അതുപോലെ തന്നെ LP സ്കൂളുകൾ തുടങ്ങി BEd കോളേജ്,
എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക്, TTC അങ്ങനെ നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. എല്ലാവർക്കും അടിസ്ഥാനപരമായിട്ടുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കലും കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഫണ്ടുകൾ വെച്ചുകൊണ്ട് യഥാസമയം തന്നെ ചെയ്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണ രംഗത്തടക്കം നിരവധി വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. സ്ത്രീകൾക്ക് സ്വയം തൊഴിലടക്കം നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത്, അല്ലേ? അതെ അതെ. 130 അയൽക്കൂട്ടങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ കീഴിലായിട്ടുണ്ട്. 190ഓളം സംരംഭങ്ങൾ അതിന്റെ കീഴിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോ വ്യത്യസ്തങ്ങളായിട്ടുള്ള സംരംഭങ്ങൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ട്യൂഷൻ സെന്ററുകൾ, അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂള്, അങ്ങനെ നിരവധിയായിട്ടുള്ള വ്യത്യസ്തങ്ങളായ സംരംഭങ്ങൾ ചെയ്തുകൊണ്ട് സ്ത്രീകൾക്ക് അവരുടെ മേഖലയിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുന്നതിനായിട്ട് സാധിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കുടുംബശ്രീ CDSുമായി ബന്ധപ്പെട്ട് ചെയ്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും വടക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിരവധി കായിക പ്രേമികൾ ഉള്ള ഒരു പഞ്ചായത്താണ്. എന്നാൽ അവർക്കുള്ള പരിശീലനത്തിനുള്ള ഒരു കളിസ്ഥലം ഇല്ല എന്നതാണ് നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വോളിബോളും ബോൾ ബാഡ്മിന്റനുമായി ബന്ധപ്പെട്ടിട്ട് നിരവധിയായിട്ടുള്ള കായിക താരങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും എല്ലാം ഉയർന്നു വന്നിട്ടുള്ള ഒരു പഞ്ചായത്താണ്. പക്ഷേ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ഒരു കളിസ്ഥലം ഇല്ല. എന്നിരുന്നാലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അനുബന്ധ സ്ഥലങ്ങളിലും എല്ലാം ഉള്ള കളിക്കളങ്ങളിലാണ് ഇത്തരം കായിക മത്സരങ്ങളും മറ്റും നടക്കാറുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ലക്ഷ്യം തന്നെയാണ് ഒരു കളിസ്ഥലം ഉണ്ടാക്കണം എന്നുള്ളത്. അതെന്തായാലും പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതിനുള്ള നടപടികൾ നമ്മൾ ചെയ്തു വരികയാണ്. എന്താണ് ഈ ഒരു പ്രശ്നത്തിന് വെല്ലുവിളിയായി മുന്നിട്ട് നിൽക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ? ഒരുപാട് ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ്. പഞ്ചായത്തിൻ്റെതായിട്ടുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. ഒരു കളിസ്ഥലം എന്ന് പറഞ്ഞാൽ അത്രയും സ്ഥലം വേണ്ടതുണ്ട്. പിന്നെ ഒരു സ്ഥലം നമ്മളുടെ കയ്യിലുള്ളത് ഇപ്പോ നമ്മുടെ പുഴയോട് ചേർന്നിട്ടാണ്. അപ്പൊ അത് എന്തായാലും ഒരിക്കലെടുത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു ഇതിലേക്ക് നമ്മൾ നടപടികളായിട്ട് മുന്നോട്ട് വരികയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഹരിത ടൗൺ അടക്കമുള്ള പദ്ധതികളൊക്കെ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. എത്രത്തോളമാണ് മാലിന്യ സംസ്കരണ രംഗത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ MCS സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത്? ഞങ്ങളുടെ ഭരണസമിതി വന്ന സമയത്ത് നമുക്ക് 20 വാർഡുകളാണ് ഉള്ളത്. 13 ഹരിതകർമ്മ സേനാംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാൽ ഇപ്പോ ഓരോ വാർഡിലും 2 പേര് വീതം 40 ഹരിതകർമ്മ സേനാംഗങ്ങളായി കൃത്യമായ ഇടവേളകളിൽ അവരിപ്പം പ്ലാസ്റ്റിക് ശേഖരണവും ഇപ്പോ മറ്റെല്ലാ മാലിന്യ വസ്തുക്കളും ശേഖരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തി. ഇപ്പോഴാണ് നമുക്ക് എത്രമാത്രമാണ് നമ്മുടെ പഞ്ചായത്തിൽ ഇത്തരം പ്ലാസ്റ്റിക്കും മറ്റ് അജൈവ മാലിന്യങ്ങളും വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ വാർഡുകളിലും മിനി MCFകൾ ഉണ്ട്. MCFകൾ 2 സ്ഥലത്തായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിലൊന്നും ഉൾക്കൊള്ളാതെ അതിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ നമുക്ക് മാലിന്യങ്ങൾ നമ്മളുടെ ശേഖരിക്കുമ്പോൾ വരുന്നത്. അപ്പോ അതിനായിട്ട് ഒരു MCF വാങ്ങുന്നതിനായിട്ട് സ്ഥലം വാങ്ങുന്നതിനായിട്ടുള്ള ശ്രമം നമ്മൾ നടന്നു വരികയാണ്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മുടെ മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. അതുപോലെ തന്നെ 2 ഹരിത ടൗണുകൾ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ട്. തുരുത്തിപ്പുറവും മൂത്തുകുന്നവും. അവിടെ നമ്മൾ പെറ്റ്പോട്ടിൽ ബിന്നുകളും ബയോ ബിന്നുകളും എല്ലാം സ്ഥാപിച്ചുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ മാലിന്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. തീർച്ചയായിട്ടും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യമാണ് വീട്, കുടിവെള്ളം എന്നിവ പറയുന്നത്. ലൈഫ് ഭവന പദ്ധതിയൊക്കെ പഞ്ചായത്തിൽ എത്രത്തോളമാണ് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത്? ലൈഫ് ഭവന പദ്ധതിയിൽ നമ്മളുടെ ഭരണസമിതി വന്നതിന് ശേഷം 131 വീടുകൾ നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഇപ്പോ 15 വീടുകൾ എഗ്രിമെന്റ് വെച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. മൊത്തത്തില് ഇപ്പോ 343 വീടുകളുടെ ഇതാണ് നമ്മുടെ 2017 ആ ലിസ്റ്റ് ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ഇതുവരെ 341 വീടുകളാണ് നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ബാക്കി വരുന്ന ലൈഫ് ഗുണഭോക്താക്കൾക്ക് കൂടി വീടുകൾ ലഭ്യമാക്കാനുള്ള നടപടികൾ നമ്മൾ നടത്തി വരികയാണ്. ഗ്രാമീണ റോഡുകളും വഴിവിളക്കുകളും എത്രത്തോളമാണ് നവീകരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് പഞ്ചായത്തിന്? ഗ്രാമീണ റോഡുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 വാർഡുകളിലും 20-ൽ പരം റോഡുകൾ ഇതുവരെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് വെച്ച് ഓരോ വാർഡുകളിലും ഓരോ റോഡുകൾ കൂടെ നമ്മൾ ഈ 24-25 സാമ്പത്തിക വർഷത്തിൽ നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചു. അത് ഏറ്റവും വലിയ നേട്ടമായി തന്നെ നമുക്ക് പറയാം. അത് ഇനിയും ചില റോഡുകൾ ഇപ്പോൾ നിർമ്മാണത്തിലുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് റോഡുകൾ നിർമ്മാണത്തിലുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടിട്ട് ആവശ്യമുള്ള ഇപ്പൊ പുതിയ റോഡുകളിലേക്കെല്ലാം ആവശ്യമായിട്ടുള്ള സ്ട്രീറ്റ് ലൈൻ ദീർഘിപ്പിക്കലും പോസ്റ്റുകൾ സ്ഥാപിക്കലും അതുപോലെ തന്നെ ലൈറ്റുകൾ സ്ഥാപിക്കലും നടന്നു വരികയാണ്. അത് കൃത്യതയോടുകൂടെ തന്നെ അത്തരം കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. കുടിവെള്ളത്തിന്റെ കാര്യത്തിലായാലും ജൽജീവൻ മിഷൻ പദ്ധതി വഴി 2023 വരെയുള്ള എല്ലാ വീടുകൾക്കും നമുക്ക് 100% തന്നെ കുടിവെള്ള കണക്ഷൻ നൽകാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മികച്ച വൈവിധ്യമാർന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. വ്യത്യസ്തമായ സാംസ്കാരികോത്സവമൊക്കെ സംഘടിപ്പിക്കുന്നു. കേരളോത്സവം അടക്കമുള്ള വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നത്, അല്ലേ? അതെ അതെ, കേരളോത്സവം ഏറ്റവും ജനപങ്കാളിത്തത്തോട് തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ ഓരോ വർഷവും വിവിധ വാർഡുകളിലായിട്ടാണ് നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത്. കേരളോത്സവത്തിനോടൊപ്പം തന്നെ വയോജനോത്സവങ്ങളും ഭിന്നശേഷി കലോത്സവവും കുടുംബശ്രീ ഉത്സവവും എല്ലാം നമ്മൾ നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളും അതോടൊപ്പം തന്നെ നമ്മൾ നടത്താറുണ്ട്. ഇപ്പം ശരീര സൗന്ദര്യ മത്സരം, അതുപോലെ തന്നെ പാട്ട് മത്സരങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പരിപാടികൾ നമ്മൾ ഇതോടൊപ്പം നടത്താറുണ്ട്. അതുപോലെ തന്നെ കേരളോത്സവവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ അതിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് എന്താ പറയാ ലഹരിമുക്ത ക്യാമ്പയിനുമായി സംയുക്തമായി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സൈക്ലത്തോണുകളും സംഘടിപ്പിച്ചു വരാറുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ കേരളോത്സവങ്ങൾ നമ്മൾ നടത്തി വരാറുള്ളത് എല്ലാ വർഷവും. തീർച്ചയായിട്ടും മറ്റു പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വികസന പരിപാടികൾ തന്നെയാണ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഭാവി വികസന പദ്ധതികൾ ഏറ്റവും നമ്മളിപ്പം ഒരു പ്രശ്നം നമ്മുടെ മുന്നിലുള്ള വേലിയേറ്റ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ അത് ചെറുക്കുന്നതിനായിട്ട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളില് തോടുകളിലും അതുപോലെ തന്നെ മെയിൻ കായലുകളുമായി ബന്ധപ്പെടുന്ന സ്ഥലങ്ങളിലും ചീപ്പുകൾ നിർമ്മിക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് MCF സ്ഥാപിക്കലും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ കളിസ്ഥലം, അതുപോലെ തന്നെ ഒരു പൊതു ശ്മശാനം എന്നുള്ളത് കൂടി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനും കൂടെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അതിന് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടുന്നുണ്ട്. തീർച്ചയായിട്ടും നിരവധി ഭാവി വികസന പദ്ധതികൾ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ അനന്തമായ ടൂറിസം സാധ്യത ഏറെയുള്ളൊരു പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് ടൂറിസം സാധ്യതകളൊക്കെ പഞ്ചായത്തിൽ പ്രയോജനപ്പെടുത്തുന്നത്? ഇപ്പോ മുസിരിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിന് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് നമ്മളുടെ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ നമ്മളെ കായലും തോടുകളും എല്ലാം, അതുപോലെ തന്നെ നമുക്കൊരു സത്താർ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. വിവിധങ്ങളായിട്ടുള്ള ചെട്ടിക്കാട് പള്ളി, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള മൂത്തൂനം അമ്പലം, അങ്ങനെ നിരവധി സെന്റ് തോമസ് പന്തിറങ്ങിയിട്ടുള്ള മാലിയങ്കര, അങ്ങനെ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മളുടെ പൗരാണികമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മളുടെ പഞ്ചായത്തിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കായൽ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഏറെ മുന്നേറാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ വർഷം ഒരു 3 വർഷമായിട്ട് വടക്കേക്കര പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ സഹകരണ സംഘം അതിനുള്ള തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ വർഷം ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് തോന്നും മുസ്ലിം ഫെസ്റ്റിവൽ എന്ന പേരിൽ ഒരു പരിപാടി നമ്മുടെ വിഷുവിനോടനുബന്ധിച്ച് നമ്മൾ ചെയ്തിരുന്നു. ആ ഒരു പരിപാടിയിൽ മുസ്ലിം പൈതൃക പദ്ധതി MD പങ്കെടുത്തിരുന്നു. അദ്ദേഹം നമ്മുടെ ഏറെ സഹായകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറെ പ്രചോദനകരമായിട്ടുള്ള വർത്തമാനങ്ങൾ നമ്മളോട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി ടൂറിസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തുമായി മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു ചർച്ചകളാണ് അന്ന് നടന്നത്. അതെന്തായാലും നമുക്ക് നടപ്പാക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഒരു തീരപ്രദേശമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു. കായലും പുഴയും തോടും ഒക്കെ ചേർന്ന ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ജലാശയ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ജലാശയ സംരക്ഷണം പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്? തീർച്ചയായിട്ടും നമ്മളെ കിണർ റീചാർജിങ്ങുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളുടെ വെള്ളങ്ങൾ ഉപ്പ്
കലർന്ന വെള്ളം ഇടയ്ക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ മഴക്കാലത്തും മറ്റും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ വീടുകളിൽ ജലസംഭരണവുമായി ബന്ധപ്പെട്ട് കിണർ റീചാർജിങ് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ കുളങ്ങള് മറ്റും നമ്മൾ ചെയ്തു വരുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം പദ്ധതികൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തോടുകളും ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ വൃത്തിയാക്കി എല്ലാ വർഷവും തന്നെ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിരവധി വികസന പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. എല്ലാ വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എറണാകുളം ജില്ലയിലെ വടക്കേക്കര പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. നന്ദി ശ്രീമതി രശ്മി അനിൽകുമാർ. നന്ദി.